കൊച്ചിയിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. സംഭവത്തിൽ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രത്യേക കാരണമില്ലാതെ മർദ്ദിക്കുകയായിരുന്നെന്നും വധഭീഷണിയുണ്ടെന്നും യുവതി പ്രതികരിച്ചു. സഹിക്കണതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ചാർജറിന്റെ കേബിളും കൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. തിയോഫിൻ ചേരുകയാണ്. തിയോഫിന, ദൃശ്യങ്ങൾ അതിദയനീയമായ ദൃശ്യങ്ങളാണ്. അതിക്രൂരമായിട്ടാണ് ഈ യുവതിയുടെ ശരീരം മുഴുവൻ ഇയാൾ മർദ്ദിച്ചിരിക്കുന്നത്. ചാർജർ കേബിൾ കൊണ്ട് ഇയാൾ മർദ്ദിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടി പോലീസിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര ഭീകരമായിട്ടാണ് ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഇയാൾ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയാണ് തിയോഫിൻ. ഷബി എറണാകുളത്തെ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയാണ്, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഈ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചതിപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇയാളുടെ പ്രൊഫൈലിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രമുഖ BJP നേതാക്കളോടെല്ലാം വലിയ അടുപ്പമുള്ള വ്യക്തി കൂടിയാണ് ഇയാൾ. ഇങ്ങനെ ഒരാളാണ് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇപ്പോൾ അറസ്റ്റിലായത് മരട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേഹം മുഴുവൻ മർദ്ദനമേറ്റ പാടുമായാണ് യുവതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കാരണം ഏതാനും വർഷങ്ങളായി ഇവർ ഒരുമിച്ചായിരുന്നു താമസം. ആ കാലങ്ങളായി തന്നെ ഇയാളുടെ ക്രൂര മർദ്ദനത്തിന് ഈ പെൺകുട്ടി ഇരയാണ്. പക്ഷേ വലിയ ഭീഷണി, തനിക്കെതിരെ വധഭീഷണിയുണ്ട്, അപായപ്പെടുത്തുമെന്ന ഭീഷണി ഉള്ളതിനാലാണ് പുറത്ത് പറയാറുള്ളത്. ഒപ്പം ഇയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടി ഉപയോഗിച്ച BJPയുടെ ബന്ധമൊക്കെ ഉപയോഗിച്ച് കൂടിയാണ് ഈ പെൺകുട്ടിയെ നിശ്ചിതയാക്കിയിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടി, സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാൽ കഴിഞ്ഞ ദിവസം ഈ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് പെൺകുട്ടി ഇവിടുന്ന് പോയിരുന്നു. അതിനുശേഷം ഇയാൾ മരട് പോലീസിൽ ഇന്നലെ പരാതി നൽകി, മാൻമിസിങ്ങിന് പരാതി നൽകി, കാണാനില്ലെന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പെൺകുട്ടിയെ വിളിച്ചു. ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുത്ത പെൺകുട്ടി പറഞ്ഞത് തനിക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായി എന്ന് പോലീസിനോട് പറഞ്ഞു. പക്ഷെ പോലീസ് ആ കാര്യങ്ങൾ അത് മനസ്സിലായ സ്ഥിതിക്ക് പോലീസ് നേരിട്ട് വരാൻ ആവശ്യപ്പെട്ടു. അന്നേരം ഇയാളോട് ഗോപു പരമേശ്വരനോട് മറ്റൊന്നും പറഞ്ഞിരുന്നില്ല. യുവതിയോട് നേരിട്ടെത്താൻ പോലീസ് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്ന് രാവിലെ ഈ മർദ്ദനമേറ്റ പാടുകളുമായി യുവതി പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പോലീസിനോട് വിവരം പറഞ്ഞു. പിന്നീട് പിങ്ക് പോലീസ് ഉൾപ്പെടെ എത്തി യുവതിയുടെ മർദ്ദനമേറ്റ കാര്യം, അതായത് വിശദമായ വിവരങ്ങൾ തേടുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. മർദ്ദനമേറ്റതെല്ലാം പോലീസിനെ ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇയാളോട് പോലീസ് സ്റ്റേഷനിൽ വരാൻ ആവശ്യപ്പെട്ടിരുന്നു രാവിലെ. അങ്ങനെ താൻ യുവമോർച്ച നേതാവാണെന്ന് പറഞ്ഞ് സ്റ്റേഷനിലെത്തി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. വളരെ കൊടിയ ക്രൂര പീഡനമാണ് ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിരുന്നത്. പെൺകുട്ടി നേരത്തെ വിവാഹിതയായിരുന്നു. പിന്നീട് വിവാഹമോചിതയായ ശേഷമാണ് ഇയാളോടൊപ്പം താമസിക്കാൻ തുടങ്ങിയത്. ഇവരുടെ കുട്ടികൾ, 2 കുട്ടികളുണ്ടെന്നാണ് അറിയുന്നത്. ഈ കുട്ടികൾ മുൻ ഭർത്താവിന്റെ കൂടെയാണ്. ഈ കുട്ടികളെ ഉൾപ്പെടെ അപായപ്പെടുത്തുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ അറസ്റ്റിലായ ഈ ഗോപു പരമശിവം മരട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വൈകാതെ തന്നെ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷമി, തിയോഫിൻ, ഇയാളെപ്പോലെയുള്ളവരെയൊക്കെയാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത്. പക്കാ ക്രിമിനലുകളെ പിടിച്ച് രാഷ്ട്രീയ വേഷം ധരിപ്പിച്ച് ഇറക്കുന്ന ഒരു പണിയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, കാപ്പ കേസിലെ പ്രതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. മറ്റൊരു കൊലപാതക കേസിലെ പ്രതി സ്ഥാനാർത്ഥിയായി BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇപ്പോൾ BJPയുടെ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി, ഒരു പെൺകുട്ടി എത്ര ഭീകരമായിട്ടാണ് ഇയാൾ മർദ്ദിച്ച് അവശരാക്കി ഇരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുക. ആ ശരീരം മുഴുവൻ ഇയാൾ മർദ്ദിച്ചതിൻ്റെ പാടാണ്. കഴിഞ്ഞ 5 വർഷം ഒരുമിച്ച് താമസിക്കുന്ന ഒരു യുവതിയോടാണ് ഇയാൾ ഇത്രയും ക്രൂരമായി പെരുമാറിയിരിക്കുന്നത്. എന്നിട്ട് ഇയാൾ ഈ കുറിയും ഒക്കെ ഇട്ട് ഇയാൾ BJPയുടെ യുവമോർച്ചയുടെ നേതാവായി സമൂഹത്തിൽ വിലസുകയാണ്. തീർച്ചയായും ഷമി, അതായത് പൊതുവെ നമ്മൾ ഈ BJP നേതാക്കൾ കണ്ടുവരുന്ന അതായത് ആ ഒരു ഭീകരത അല്ലെങ്കിൽ ക്രൂരത, ഇതെല്ലാം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ. ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണ് ഇയാൾ. ഒരു സൈക്കോ സ്വഭാവമുള്ള ആളാണോ, മാനസിക പ്രശ്നമുള്ള ആളാണോ എന്നൊരു സംശയവും പോലീസിനുണ്ട്. എന്ന് തന്നെയാണെങ്കിലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കൊടും ക്രൂരതയാണ് ഇയാൾ ആ പെൺകുട്ടിയോട് ചെയ്തത്. അങ്ങനെ ഒപ്പം താമസിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്ന ഒരാൾ സമൂഹത്തിൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറും എന്നൊരു ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത്. ഇതുപോലെ തന്നെ വേറെയും പല നേതാക്കളും ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ BJPയിലും BJPയുടെ പോഷക സംഘടനകളിലും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. എന്ന് തന്നെയാണെങ്കിലും സമൂഹത്തിന് വലിയ ഭീഷണിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം നേതാക്കൾ ഉണ്ടാവുന്നത്. ഇവരെ സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുധാരയിൽ പ്രധാന സ്ഥാനങ്ങൾ നൽകി BJP പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് ഏറ്റവും നമ്മൾ ഒരുപക്ഷെ ഭയത്തോടുകൂടി കാണേണ്ട ഒരു സാഹചര്യം. ഷമി.